വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനായി ഇന്ന് ദേശീയ വാക്സിനേഷൻ ദിനം ആചരിക്കുന്ന ദിവസമാണ്. ഈ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ ഉപാധിയാണ് വാക്സിനുകൾ. വാക്സിനുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുകയും ആരോഗ്യ സംരക്ഷണത്തിൽ വാക്സിനുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1995 മാർച്ച് 16 ഓറൽ പോളിയോ വാക്സിനേഷൻ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. നിലവിൽ 33 പകർച്ചവ്യാധികൾക്കെതിരെ ഫലപ്രദമായ വാക്സിനുകൾ ലോകത്ത് ലഭ്യമാണ്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വാക്സിൻ നിർമ്മിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായി. പ്രതിവർഷം 2.67 കോടി നവജാത ശിശുക്കളെയും 2.9 കോടി ഗർഭിണികളെയും ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പരിപാടികളിൽ ഒന്നാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ വാക്സിനേഷൻ വലിയ തോതിൽ സഹായകമായി. ഒരു കുട്ടിക്ക് 1 വയസ്സ് പ്രായമാകുന്നതിന് മുൻപ് ദേശീയ രോഗപ്രതിരോധ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ വാക്സിനുകളും നൽകിയാൽ മതിയായ രോഗപ്രതിരോധ ശേഷി ആർജിക്കാനാകും. ആരോഗ്യകരമായ ഭാവിക്കായി എല്ലാവർക്കും വാക്സിനുകൾ എന്നതാണ് ഈ വർഷത്തെ ദേശീയ വാക്സിനേഷൻ ദിനത്തിന്റെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24.